Welcome to AAA Profit Analytics Weekly Market View dated 27th June. ഇന്ന് നമ്മൾ കവർ ചെയ്തത് 29th June മുതൽ 3rd July വരെയുള്ള വീക്കാണ്. മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഉണ്ടായത്. അതിനുശേഷം തേഴ്സ്ഡേയില് ഫ്യൂച്ചേഴ്സ് എക്സ്പയറി ഡേയിലും അതുപോലെ ഫ്രൈഡേയിലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോടുകൂടി തന്നെയാണ് ക്ലോസ് ചെയ്തെങ്കിലും മാർക്കറ്റിന് കാര്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തി 1.35% അല്ലെങ്കിൽ 139% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് കൂടെ ലഭിച്ചിരിക്കുകയാണ്. പ്രീവിയസ് വീക്കിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയായിരുന്നു. അപ്പോൾ മാർക്കറ്റിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് മാർക്കറ്റിന് സാധിക്കുകയുണ്ടായി. നമ്മൾ ജൂൺ 6th നമ്മൾ പ്രസന്റ് ചെയ്തിരുന്ന ഒരു നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതൊരു ഷോർട്ട് സ്ക്യൂസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ മാർക്കറ്റിനൊരു കൃത്യമായിട്ട് ഒരു 10,550 ഒരു ടാർഗറ്റ് നമുക്ക് നമ്മൾ ഈ AAA പ്രോഫിറ്റ് അനാലിറ്റിക്സിന്റെ ഈ യൂട്യൂബ് AAA പ്രോഫിറ്റ് അനാലിറ്റിക്സിന്റെ ഈ ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കുറേയധികം പേർക്ക് ആ ഒരു വലിയൊരു റാലിയിൽ, അതും പ്രത്യേകിച്ചും ഒരു ഷോർട്ട് സ്ക്യൂസിനോട് കൂടിയുള്ള മാർക്കറ്റിന്റെ റാലി വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ വ്യൂവേഴ്സിന് കുറേയധികം പ്രോഫിറ്റ് നേടാനായിട്ട് അവസരം ലഭിക്കുന്നുണ്ട്. കാരണം എല്ലാവരും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് 10,550 എന്നുള്ളൊരു ടാർഗറ്റ് നമ്മളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അത് 12,430 നിന്ന് 7,511 വരെയും ഉള്ള ആ ഒരു ഷാർപ്പ് സെൽ ഓഫിൽ നിന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു റീട്രേസ്മെന്റ് ലെവലാണ്. അത് ആ ഒരു ഷോർട്ട് സ്ക്യൂസോട് കൂടി മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടും 10,550 വരേക്കും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ആണ്. അത് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വെഡ്നസ്ഡേ നമുക്കറിയാം 10,553 എന്നുള്ളൊരു ഹൈ ആണ് സെറ്റ് ചെയ്തത്. എന്തായാലും നമ്മുടെ പ്രത്യേകിച്ചും ഈ കോവിഡ് ഹിറ്റായിട്ട് പലരും വർക്കിനൊന്നും പോകാൻ സാധിക്കാതെ വീട്ടിലും അതുപോലെ തന്നെ പലരും റൂംസിൽ ഇരുന്നുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇതുപോലെയുള്ള ഒരു മാർക്കറ്റിന്റെ ട്രെൻഡ് കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ട് കുറേയധികം പ്രോഫിറ്റ് നേടാനായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് സാധിക്കുകയുണ്ടായി. അതിൽ കുറേയധികം പേര് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള ഒരു പാൻഡമിക്കിന്റെ പീരീഡില് നമ്മുടെ വ്യൂവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും കുറെ പേർക്ക് പ്രോഫിറ്റ് നേടിക്കൊടുക്കാനും സാധിച്ചു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ, അതും ഒരു മലയാളം ചാനലായിട്ട് യൂട്യൂബ് ചാനൽ ഇങ്ങനെ നിങ്ങൾക്കറിയാം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നതാണ്. എല്ലാ സാറ്റർഡേയും more than 10 hours ഒരു എഫർട്ട് ഞങ്ങൾ ഇതിന് പുറകിൽ ഉണ്ടെന്നുള്ളത് എല്ലാവരും അറിയുക. ഒരു ടീമായിട്ട് ഞങ്ങൾ എത്രയും പേര് അത് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ എത്തിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കറിയാം കുറെ അധികം നമ്മൾ യൂട്യൂബിൽ കുറെ അധികം പ്രോഗ്രാംസ് കാണുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പോക്കറ്റിലേക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ പണം എത്തിക്കാവുന്ന രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോൾ അതിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് കുറേയധികം പേര് ഫ്രഷ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരുന്നവരെയും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർക്കും കുറേയധികം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കുറേയധികം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത കുറെ റെക്കമെൻഡേഷൻസിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അങ്ങനെയുള്ള കുറേയധികം പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ അടുത്ത ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഉള്ള സ്റ്റോക്കുകളും കൃത്യമായിട്ട് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കനറ ബാങ്കിലും ഒരു ക്ലയന്റിന് വലിയൊരു പ്രോഫിറ്റ് ലഭിച്ച കാര്യം ഞങ്ങളെടുത്ത് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പല ബീറ്റൻ ഡൗൺ ആയിട്ടുള്ള നമുക്കറിയാം പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് കഴിഞ്ഞ വീക്കില് കാര്യമായിട്ട് പെർഫോം ചെയ്തത് അല്ലേ. അപ്പോൾ അങ്ങനെ വളരെ റിസ്ക് കുറവുള്ള രീതിയിൽ അതേസമയം വളരെ നല്ല ഫണ്ടമെന്റലി നല്ല സ്റ്റോക്സിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ യൂട്യൂബ് പ്രോഗ്രാമിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ റിസ്ക് ഫാക്ടറിനെ ഏറ്റവും കുറയ്ക്കാൻ സാധിക്കുന്നത് നമുക്ക് ഫണ്ടമെന്റലി നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ്. അതേസമയം നമുക്കറിയാം ഇപ്പോൾ കുറേയധികം പെന്നി സ്റ്റോക്സിൽ
കുറെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അത് വളരെ കെയർഫുൾ ആയിരിക്കണം. അങ്ങനെയുള്ള സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി മാർക്കറ്റിന്റെ ഒരു നെഗറ്റീവ് സെന്റിമെന്റിൽ നിന്നുള്ള ഒരു റീബൗണ്ട് ആണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം ഇപ്പോഴും മാർക്കറ്റ് 10,901 എന്നുള്ള 200 DMAക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എപ്പോഴും ആ 10,901 താഴെ മാർക്കറ്റിൽ ഒരു ബെയർ മാർക്കറ്റ് റാലി ആണെന്ന് മനസ്സിലാക്കുകയും, അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള മടിയും ഇല്ലാതെ നമ്മൾ നല്ലൊരു പ്രോഫിറ്റിലാകുന്ന പൊസിഷൻ എക്സിറ്റ് ചെയ്യാനും ഒരിക്കലും ഒരു മടി കാണിക്കരുത്. അതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാനൊരു എക്സാമ്പിൾ ഞാൻ ഈ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ബെയർ മാർക്കറ്റ് റാലിയാണ് എന്ന് മനസ്സിലാക്കുകയും, അതേസമയം നമുക്കൊരു പക്ഷേ കഴിഞ്ഞ കുറെ കാലത്തിന്റെ ഇടയിൽ നമുക്ക് ഈവൻ ആ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ലെവൽ 11,000 മുകളിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുമ്പോൾ പോലും കിട്ടാതിരുന്ന കുറേയധികം ചാൻസുകൾ പക്ഷെ ഇവിടെ ഉണ്ട്. കാരണം ഒരു ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്കറിയാം വളരെ ത്രോവി പ്രൈസിൽ നമുക്ക് ട്രേഡ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. നമുക്കറിയാം അതിന് പ്രധാനപ്പെട്ട കാരണം എല്ലാവരും പാനിക്കാണ്, ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റിന് ഭയന്ന് നിൽക്കുകയാണ്. അതേസമയം കുറെ ഇൻവെസ്റ്റ്മെന്റിന് ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്യുകയും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പലർക്കും പണമായി ലിക്വിഡ് ക്യാഷ് കയ്യിലില്ല. ഒന്നുകിൽ അവർ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ മറ്റുള്ള ക്യാഷിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യേണ്ട റിക്വയർമെന്റ് ഉള്ളതുകൊണ്ടൊക്കെയാണ് പല സ്റ്റോക്കുകളും ആ ലെവലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഫണ്ടിന്റെ അവൈലബിലിറ്റി വന്നപ്പോൾ നമുക്കറിയാം പല സ്റ്റോക്കുകളും മോർ ദാൻ 50% ഒക്കെ റീബൗണ്ട് ചെയ്യുകയുണ്ടായാൽ. നമ്മളത് കഴിഞ്ഞ ഞാൻ മലയാള മനോരമയുടെ സമ്പാദ്യം എന്നുള്ള ഒരു മാഗസിൻ കൃത്യമായിട്ട് നമ്മളൊരു അവിടെ മാർക്കറ്റ് മാപ്സ് എന്നുള്ള ഒരു ആർട്ടിക്കിൾ സ്ഥിരമായിട്ട് ഞാനാണ് എഴുതുന്നത്. അതിൽ കൃത്യമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ മാസത്തിൽ ആ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഈവൻ 50% അല്ലെങ്കിൽ 60% പ്രോഫിറ്റ് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ളതൊരു അവസരമായിരുന്നു. വലിയൊരു ക്രൈസിസിന്റെ പാനിക് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന അവസരമാണ് ഇത്. മാർക്കറ്റിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഒന്നല്ലെങ്കിൽ വേറൊരു കാരണം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു പാനിക് സിറ്റുവേഷനിൽ വലിയൊരു സെൽ ഓഫ് വരുമ്പോൾ എല്ലാവരും മാറി നിൽക്കുക അല്ലെങ്കിൽ പേടിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് വളരെ നല്ല സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ലെവൽസിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ വളരെ പെട്ടെന്ന് ഇതുപോലെയുള്ള 50% പ്രോഫിറ്റ്സ് ലഭിക്കാറുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പോഴത്തെ ഈ COVID-19 എഫക്റ്റഡ് കേസുകൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഒക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് ആ പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്തിരുന്നത്. നമ്മൾ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്ന 10,550 എന്നുള്ളൊരു റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു പുൾ ബാക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുകയും വേണം. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വീക്കില് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ജൂലൈ സീരീസിലേക്ക് ഒരു സ്ട്രോങ് റോൾ ഓവർ ആണ് നടത്തിയിരിക്കുന്നത്. നിഫ്റ്റി റോൾ ഓവർ 79% ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ 81% റോൾ ഓവർ ആണ് ഉള്ളത്. ഇത് കഴിഞ്ഞ മാസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ലെവലിലാണ്. അതേസമയം കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് എടുക്കുമ്പോൾ ഈ റോൾ ഓവർ ബെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മാർക്കറ്റിന്റെ ഒരു പുൾ ബാക്കിന് ശേഷം മാർക്കറ്റിന് 10,500 മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് ലഭിക്കുകയാണെങ്കിൽ നമുക്കൊരു 10,901 എന്നുള്ള നമ്മുടെ 200 DMA ലെവലിലേക്കുള്ള ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ജൂൺ മന്തില് 11,644 crores ബയേഴ്സ് ആയിരുന്നു എന്നുള്ളൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 990 crores സെല്ലേഴ്സ് ആയിരുന്നു. എന്നാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ജൂൺ മന്തിൽ കുറേയധികം ലോങ് പൊസിഷൻസ് കോൺട്രാക്ടിന്റെ അവസാനത്തോടുകൂടി എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂലൈ മന്തിലേക്ക് കുറച്ച് ഷോർട്ട് പൊസിഷൻസും എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിന് വരും ദിവസങ്ങളിൽ കാര്യമായിട്ട് ഒരു വൊളാറ്റിലിറ്റി നമ്മൾ പ്രതീക്ഷിക്കണം. ഒരു 10,000 താഴേക്കുള്ള ഒരു മാർക്കറ്റിന്റെ ഒരു കറക്ഷൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഡീറ്റെയിൽ ആയിട്ടുള്ള ടെക്നിക്കൽ ലെവൽസ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിൽ നോക്കാം. എന്തായാലും മാർക്കറ്റിന്റെ ഒരു വലിയൊരു റാലിയിൽ കുറേയധികം പ്രോഫിറ്റ്സ് നമുക്ക് നേടാൻ സാധിച്ചു. ആ പ്രോഫിറ്റ്സ് നമ്മളിനി അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പുൾ ബാക്കിന് ശേഷമായിരിക്കും മാർക്കറ്റിന്റെ അടുത്തൊരു റാലി നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അതേസമയം ഗ്ലോബലായിട്ടുള്ള അടുത്ത ഇവന്റ്സിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ മാർക്കറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഒരു പക്ഷേ ആ ഒരു പുൾ ബാക്ക് ഒരു 10,000 മുകളിൽ വെച്ച് തന്നെ അവിടെ നിന്നും വീണ്ടും ആ റാലി തുടങ്ങുകയാണെങ്കിൽ ഒരു 10,900 വരെയുള്ള ഒരു റാലി ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. എന്തായാലും വരും ദിവസങ്ങളിൽ മാർക്കറ്റിന്റെ അത് ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ ഒരു ട്രെൻഡ് ആയിരിക്കും നമ്മുടെ മാർക്കറ്റും ഫോളോ ചെയ്യുക.
ഞങ്ങളുടെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാക്കേജാണ് ട്രിപ്ലസ് ഇൻ ഡെലിവറി റെക്കമെൻഡേഷൻസ് എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞങ്ങളെല്ലാ വീഡിയോസിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളതാണ്. ഞങ്ങൾ അതിനു മുമ്പ് ബുക്ക് ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷൻസും ചില റെക്കമെൻഡേഷൻസ് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ളതിനെ കുറിച്ചും സംസാരിക്കാറുള്ളതാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ. ഈ ട്രിപ്ലസ് സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അതിൽ ഫണ്ടമെന്റലി വളരെ നല്ല സ്റ്റോക്സ്, അതായത് ഫിനാൻഷ്യലി നല്ല പെർഫോമൻസും നല്ല മാനേജ്മെന്റും അതുപോലെ തന്നെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്രോഡക്ട്സും അതുപോലെ തന്നെ ആ സമയത്ത് ആക്റ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സും അങ്ങനെയുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ഞങ്ങൾ നൽകുന്ന റെക്കമെൻഡേഷൻസ് ആണ് ഈ ട്രിപ്ലസ് സ്വിംഗ് ഡെലിവറി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ട്രേഡിംഗ് എന്ന രീതിയിലല്ല, ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഉള്ള ഫണ്ടാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മാർക്കറ്റിന്റെ ഒരു കറക്ഷൻ പീരീഡിൽ ഒരുപക്ഷെ ഈ സ്റ്റോക്ക് താഴെ പോയാൽ നമുക്കത് ഹോൾഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ, തിരിച്ച് അത് പ്രോഫിറ്റിലാകുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സ്റ്റോക്സ് ആണ് നമ്മൾ ഇതിൽ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അതേസമയം നമുക്കറിയാം ട്രേഡിംഗ് റെക്കമെൻഡേഷൻസിലൊക്കെ പലപ്പോഴും നമ്മൾ ബ്രോക്കേഴ്സ് തരുന്ന ഈ ലിവറേജ് എന്ന് പറയുന്ന മാർജിൻ, അതായത് നമ്മൾക്ക് ഉള്ള ക്യാഷിന്റെ 5 ടൈംസ് ഒക്കെ മാർജിൻ ഒക്കെ തരും, നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇതിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷിന് മാത്രമേ വാങ്ങുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിന്റെ വലിയൊരു ഫ്ലക്ച്വേഷൻ, ഒരു വൊളാറ്റിലിറ്റി ഉണ്ടായാലും നമുക്ക് നമ്മുടെ സ്റ്റോക്സ് ഡിമാറ്റ് അക്കൗണ്ടിൽ അവിടെ ഹോൾഡ് ചെയ്ത് നമ്മൾ വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്ത് അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ട്രിപ്ലസ് സ്വിംഗ് ഡെലിവറി എന്നുള്ള രീതിയിൽ നമ്മൾ ഈ റെക്കമെൻഡേഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നത്. അതേസമയം നമുക്കൊരു സ്റ്റോക്കിൽ മിനിമം ഒരു 12% അല്ലെങ്കിൽ ഒരു 15% ടാർഗറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 50% എന്ന് പറയുമ്പോൾ ഒരു 1 lakhലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 15,000 പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേ ഔട്ട് ആയിട്ട് എടുത്ത് നമുക്കത് വീണ്ടും അതേസമയം നമ്മുടെ ക്യാപിറ്റൽ വീണ്ടും മറ്റൊരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിലൂടെ പോകുമ്പോൾ നമുക്കൊരു റെഗുലർ ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഇൻകം മാർക്കറ്റിൽ നിന്ന് എടുക്കാനുള്ള രീതിയിലുള്ള ഒരു പ്ലാനാണ് ഈ പാക്കേജിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ലഭിക്കും. അതേസമയം നമുക്കറിയാം ഈ ക്വിക്കായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ട്രേഡിംഗിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ കുറെ അധികം റിസ്കുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിസ്കിന്റെ എലമെന്റ് മാക്സിമം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിലുള്ള ക്യാഷിന്റെ അത്ര എമൗണ്ടിൽ മാത്രം നമ്മൾ സ്റ്റോക്സ് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വൊളാറ്റിലിറ്റി നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഇല്ലാതെ ഫേസ് ചെയ്യാൻ സാധിക്കും. അതേസമയം നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ ലോങ് പീരിയഡ് നമുക്കത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇൻകത്തിന്റെ പ്രോബ്ലം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ മെത്തേഡിലേക്ക് വരുമ്പോൾ, അതായത് ട്രേഡിങ്ങിന്റെ ബെനിഫിറ്റ് ആയിട്ടുള്ള ക്വിക്ക് റിട്ടേൺ എന്നുള്ള ആ ഒരു ബെനിഫിറ്റ് സൈഡും, അതേസമയം ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ലോങ് പീരീഡിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് റിട്ടേൺ കിട്ടാതെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് നമുക്കൊരു കുറച്ച് പീരീഡ് ഹോൾഡ് ചെയ്തിട്ട് ആ പ്രോഫിറ്റ് ലഭിക്കുന്ന മെത്തേഡ്, ഇത് രണ്ടിന്റെ ഈ അഡ്വാൻറ്റേജസിനെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ, അതായത് റിസ്കുകൾ മാക്സിമം കുറവെടുക്കുകയും അതേസമയം റിട്ടേൺ പെട്ടെന്ന് അതിന് നമുക്ക് എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് ഞങ്ങൾ ഇതിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീക്കില് ഓൾമോസ്റ്റ് എല്ലാ മൺഡേ ആണ് ഈ ട്രിപ്ലസ് സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് നൽകാറുള്ളത്. നോർമലി ഒരു റെക്കമെൻഡേഷൻ ആണ് ഞങ്ങൾ നൽകാറുള്ളത്. ആ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നത് ട്രെൻഡ് എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഞങ്ങൾ നൽകിയിരുന്നത് 22 ജൂണിന്, അതായത് മൺഡേ ആണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. നമുക്ക് ചാർട്ടാണ് ഇപ്പോൾ കാണുന്നത്. 585 ലെവലിലാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഈ സ്റ്റോക്ക്. അതിനുശേഷം നമുക്ക് കാണാം ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ 700 എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഈ 700 അരികിലേക്ക് ഞങ്ങൾ മൺഡേ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് 700 അരികിലേക്ക് ട്യൂസ്ഡേ തന്നെ വരികയുണ്ട്. അതിനുശേഷം നമുക്ക് 700 വന്നത് നമുക്ക് ഈ വീക്കിൽ ഫ്രൈഡേയിൽ നമുക്ക് 700 ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 90% പ്രോഫിറ്റ് വിത്തിൻ 1 വീക്ക് നമുക്ക് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുണ്ടായി. അപ്പൊ നമുക്ക് ഈ ഒരുപക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഫ്രഷ് ആയിട്ട് കുറെ അധികം പേര് ഇപ്പോൾ വരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും അഡീഷണൽ ആയിട്ടൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി നമ്മുടെ കയ്യിൽ ബാങ്ക്സിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടാകും. അതേസമയം
നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ്സ് വളരെ കുറവായതുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം കൊണ്ട് നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊരു 20%ഓളം ഒക്കെ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രത്യേകിച്ചും മാർക്കറ്റ് ഇത്രയും ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള ലെവലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു മെത്തേഡ്. ഞാൻ അതില് ഫ്രഷ് ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കേസ് സ്റ്റഡി പോലെ നമുക്ക് നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് കാണാം, ട്രൈഡന്റ് 585 ട്രേഡ് ചെയ്യുന്നത്. അന്ന് ഞങ്ങൾ മൺഡേ വാങ്ങുമ്പോൾ എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലയൻസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു 1 lakh rupees ആണ് ഈ സ്റ്റോക്ക് വാങ്ങാനായിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 1 lakh ഡിവൈഡ് ബൈ 585 എന്ന് പറഞ്ഞാൽ 170 സ്റ്റോക്സ് നമുക്ക് വാങ്ങാൻ സാധിക്കും അല്ലെ, നമ്മുടെ ഫുൾ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട്. അതായത് നമ്മൾ ഒട്ടും തന്നെ ബ്രോക്കറുടെ ലെവറേജ് ഉപയോഗിക്കുന്നില്ല. ഈ BTST പോലെയുള്ള മെത്തേഡ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ വേണം ചെയ്യണം. കാരണം നമുക്കിപ്പോൾ നമ്മൾ മൺഡേ സ്റ്റോക്ക് വാങ്ങുമ്പോൾ നമുക്ക് ഈ വീക്കിൽ തന്നെ ടാർഗറ്റ് കിട്ടി എന്നുള്ളത് കൊണ്ട് അടുത്ത റെക്കമെൻഡേഷൻ അത്ര സ്പീഡിൽ ലഭിക്കണമെന്നില്ല. ചില റെക്കമെൻഡേഷൻസ് ഒരു മാസം ഹോൾഡ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പൊ നമുക്ക് ഈ BTST മോഡലിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ ഒരാഴ്ച ചിലപ്പോൾ ഈ സ്റ്റോക്ക് താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോസിൽ വെക്കേണ്ടി വരും. കാരണം നമ്മൾ ബ്രോക്കർ മാർജിൻ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനാണ് മേടിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള 1 lakh ഈ സ്റ്റോക്ക് നമ്മുടെ ട്രൈഡന്റ് ട്രെൻഡ് എന്നുള്ള സ്റ്റോക്ക് നമ്മൾ 170 ക്വാണ്ടിറ്റി വാങ്ങുന്നു. അപ്പോൾ നമുക്ക് ടാർഗറ്റ് ആയിട്ടുള്ള 700 വന്നതിന് ശേഷം നമ്മൾ ഈ സ്റ്റോക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം 700 into 170 എന്ന് പറഞ്ഞാൽ 1,19,000 ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്, അതായത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ 170 സ്റ്റോക്സ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നു. ഡിമാറ്റ് അക്കൗണ്ട് എന്താണ് എന്നറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നമ്മുടെ വീട്ടിലുള്ള അലമാരി പോലെ തന്നെയാണ് ഡിമാറ്റ് അക്കൗണ്ട്. നമ്മൾ എന്തെങ്കിലും വാങ്ങിയാൽ അവിടെ കൊണ്ടുവയ്ക്കുന്നത് പോലെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന സ്റ്റോക്സ് ഈ ഡിമാറ്റ് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിൽ 170 സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ 170, പിന്നെ ഇതിന്റെ പ്രൈസ് എല്ലാ ദിവസവും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ 585 വാങ്ങിയ സ്റ്റോക്ക് 700 ആകുമ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് ഈ സ്റ്റോക്കിന് വിൽക്കുകയാണ്. അപ്പോൾ 700 rupees നമുക്ക് ലഭിക്കുമ്പോൾ 700 into 170, അതായത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് 1,19,000 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. കാരണം ഈ സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് സ്റ്റോക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ട് വിതിൻ 2 days നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ഇതിൽ 19,000 പ്രോഫിറ്റ് ആണ്. 1 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലാണ്. അപ്പോൾ ഈ 19,000 വേണമെങ്കിൽ നമുക്കൊരു പേ ഔട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാങ്കിലേക്ക് വരും. അതായത് 1 lakh ക്യാപിറ്റൽ നമ്മൾ തിരിച്ചെടുക്കുന്നില്ല, അതേസമയം 19,000 പ്രോഫിറ്റ് നമ്മൾ ബാങ്കിലേക്ക് എടുക്കുന്നു. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതേസമയം ഈ 1 lakh നമ്മൾ അടുത്തൊരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് ഒരു റിപ്ലേസിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് എന്നുള്ള ഈ റെക്കമെൻഡേഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുകയും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും അതിൽ നിന്ന് ആ പ്രോഫിറ്റ് നമ്മളെടുത്ത് നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്കൊരു കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത മറ്റൊരു സ്റ്റോക്കാണ് സിഞ്ചൻ ഇന്റർനാഷണൽ എന്നുള്ള ബയോക്കോണിന്റെ ഒരു സബ്സിഡറി കമ്പനി ആയിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഈ കമ്പനിയിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് 22 മെയ്യിലാണ്. 365 ലെവലിലാണ് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത്. കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ഇതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് 420 ലെവലിലാണ്. അപ്പോൾ 420 ലെവലിൽ 365 വാങ്ങി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വന്ന സ്റ്റോക്കിന് നമ്മൾ 420 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 15% പ്രോഫിറ്റ് ആണ് നമുക്ക് ഇതിൽ ഈ സ്റ്റോക്കിൽ ലഭിക്കുന്നത്. ഞങ്ങളുടെ വേറൊരു ട്രിപ്ലേസിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഓൾമോസ്റ്റ് ഒരു 1 മന്തിന്റെ ഗ്യാപ്പിലാണ് നമുക്ക് ഒരു 15% പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതും നമുക്കൊരു കേസ് സ്റ്റഡി ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 365 സിഞ്ചൻ ഇന്റർനാഷണൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 273 ക്വാണ്ടിറ്റി ആയിരിക്കും. ഈ ക്വാണ്ടിറ്റി 273 ക്വാണ്ടിറ്റി നമ്മുടെ സിഞ്ചൻ ഇന്റർനാഷണൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരികയും നമ്മളൊരു 1 lakh ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അസംഷനിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഒരു 273 ക്വാണ്ടിറ്റി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നു. അതിനുശേഷം 420 വരുമ്പോൾ നമുക്ക് ഇതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്തി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ 273 ക്വാണ്ടിറ്റി സിഞ്ചൻ ഇന്റർനാഷണൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് പോവുകയും നമുക്ക് അതിന് പകരമുള്ള ക്യാഷ് ആയിട്ടുള്ള 1,14,660 rupees ആണ് നമുക്ക് തിരിച്ച് നമ്മൾ വിൽക്കുമ്പോൾ ലഭിക്കുന്നത്. 1 lakh ഇൻവെസ്റ്റ് ചെയ്തു,
1,14,660 നമുക്ക് തിരിച്ചു ലഭിക്കുന്നത്. അപ്പോൾ ഈ 14,660 നമ്മുടെ പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതായത് 14,660 എന്നുള്ളത് ഒരു ബ്രോക്കറേജ് മറ്റുള്ള ചാർജസ് ഇതിൽ നിന്ന് പോകും. അതിനുശേഷമുള്ള എമൗണ്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേ ഔട്ട് ആയിട്ട് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഇങ്ങനെയാണ് നമ്മൾ ഈ ട്രിപ്പിൾ ഡെലിവറി എന്നുള്ള റെക്കമെൻഡേഷൻസ് പോലുള്ള ട്രേഡ്സ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഞങ്ങൾ ഈ 2 എക്സാമ്പിൾ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് ഇല്ലേ എന്നുള്ള ഒരു പേടി മൂലം മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാത്തവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എല്ലാ ബിസിനസ്സിലും എല്ലാ കാര്യങ്ങളിലും ഉള്ളതുപോലെ തന്നെയുള്ള റിസ്ക് ആണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. പക്ഷെ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻട്രി ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ വിൽക്കുന്ന ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു പബ്ലിക് ആയിട്ടുള്ള ഫ്രീ മീഡിയ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ആ ഇൻഫർമേഷൻ എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല സ്റ്റോക്കുകൾ ഒരു റാലിക്ക് ശേഷം നമുക്ക് കാണാൻ ചാനൽസിലൊക്കെ അതിനെപ്പറ്റി ഡിസ്കഷൻ വരുന്നത് ആ റാലിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് റാലി ചെയ്തതിന് ശേഷമായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ അത് കൂടുതൽ ബയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയത്തായിരിക്കും പലപ്പോഴും നമ്മൾ അതിനെപ്പറ്റി അറിയുന്നത്. അതുകൊണ്ട് തന്നെ മീഡിയ വഴി വരുന്ന റെക്കമെൻഡേഷൻസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ സ്റ്റോക്സിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ അതിനൊരു സമയം കണ്ടെത്തുക തന്നെ വേണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. നമുക്ക് കഴിഞ്ഞ ഈ കോവിഡിന്റെ പീരിയഡില് കഴിഞ്ഞൊരു 3 മാസത്തിൽ ഞങ്ങൾ ഈ ട്രിപ്പിൾ ഡെലിവറി റെക്കമെൻഡേഷൻസ്, അതായത് വീക്കിലി ഒരു റെക്കമെൻഡേഷൻ നോർമലി നൽകുന്ന ഈ പാക്കേജിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഈ സ്റ്റോക്കുകളിൽ നമുക്കറിയാം ടാറ്റ കെമിക്കൽ, ഇപ്ക ലാബ്, സിപ്ല, വിനാദി ഓർഗാനിക്സ്, റിലാക്സോ, സിഞ്ചൻ, അതുപോലെ JB കെംഫാം, ഇന്ത്യ സിമെന്റ്, ട്രെൻഡ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നമ്മളൊരു 1 lakh വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 1 lakh വീണ്ടും അടുത്ത സ്റ്റോക്കിലേക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ടോട്ടലായിട്ട് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് 9 lakhs എന്ന് കാണുന്നുണ്ടെങ്കിലും 9 lakhs അറ്റ് ടൈം ആവശ്യമില്ല. കാരണം നമ്മൾ പലപ്പോഴും ഒരു സ്റ്റോക്കിൽ നിന്ന് മറ്റു സ്റ്റോക്കിലേക്ക് മാറിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഓൾമോസ്റ്റ് ഒരു 1,81,000 പ്രോഫിറ്റ് 3 months നമുക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഇത്രയും പീരീഡില് ഈ കോവിഡിന്റെ പീരീഡില് ഇത്രയൊരു എമൗണ്ട് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഒരു ഇൻകത്തിൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് ഫോളിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അതേസമയം നമ്മൾ എടുത്തിരിക്കുന്ന റിസ്ക് ഏറ്റവും മിനിമം റിസ്കിലാണ്. നമ്മൾ ഈ പല സ്റ്റോക്കുകളും നമുക്ക് അറിയാം ഏറ്റവും നല്ല ഫണ്ടമെന്റലി വളരെ നല്ല സ്റ്റോക്കുകളിൽ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ലെവൽസിൽ എൻ്റർ ചെയ്യുകയും അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രോഫിറ്റ്സ് റിയലൈസ് ചെയ്യാനും നമുക്കത് പേ ഔട്ട് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനും ക്ലയൻസിന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് AAA സ്വിംഗ് ഡെലിവറി എന്നുള്ള ഈ പാക്കേജിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മിനിമം റിസ്കിൽ മാക്സിമം റിട്ടേണുകൾ എടുത്തുകൊണ്ട് തന്നെ നമുക്കതൊരു പേ ഔട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അത് ആ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവാണ് ഞങ്ങൾ ഈ പാക്കേജിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറിയുടെ ഒരു ഈ പാക്കേജിന് ഞങ്ങളൊരു ആനുവൽ നോർമലി ക്വാർട്ടർലി സബ്സ്ക്രിപ്ഷൻ 12,000 ആണ് ചാർജസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ പാക്കേജിന്റെ അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 48,000 ആണ് ആനുവലായിട്ട് ചാർജ് വരുന്നത്. അതേസമയം ഈ പാക്കേജിന് ഞങ്ങളിപ്പോൾ ഒരു മൺസൂൺ ഓഫർ ആയിട്ട് ഞങ്ങൾ നൽകുന്നത് ഒരു 30,000 നമുക്ക് ഈ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് 1 yearലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഓഫറാണ് ഇപ്പോഴുള്ളത്. നെക്സ്റ്റ് ജൂലൈ 5th വരെയും ഈ ഓഫർ ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എടുക്കാവുന്ന ഈ പാക്കേജ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഈ ആനുവൽ പാക്കേജിന് 30,000 എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു മൾട്ടി ബാഗർ പാക്ക്, അതായത് ഒരു 3 സ്റ്റോക്സ് ഒരു 3 yearsലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മൾട്ടി ബാഗർ പാക്കും കൂടെ ഇതിനൊപ്പം ഫ്രീ ലഭിക്കുന്നുണ്ട്. അതൊരു 12,000 കോസ്റ്റ് വരുന്ന ഒരു മൾട്ടി ബാഗർ പാക്കാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു 30,000 സേവ് ചെയ്യാവുന്ന രീതിയിൽ, അതായത് ഒരു 50% ഡിസ്കൗണ്ടിൽ ഈ സിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിനും അതുപോലെ തന്നെ മൾട്ടി ബാഗർ പാക്കും ഒരുമിച്ച് ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു ഓഫറാണ്. ഈ ഓഫറിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ വെബ്സൈറ്റിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നതാണ് ഈ ഓഫർ. അത് 30,000 സിംഗ് ഡെലിവറി റെക്കമെൻഡേഷനും മൾട്ടി ബാഗർ പാക്കും ലഭിക്കാവുന്ന രീതിയിലാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ജൂലൈ 5th മുന്നോടിയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഈ ഓഫർ ലഭിക്കുന്നതാണ്.
അടുത്തതായി നമുക്കിനി നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലെവൽസിലേക്ക് കടക്കാം. ലാസ്റ്റ് വീക്കിലെ നിഫ്റ്റിയുടെ ട്രേഡിംഗ് പാറ്റേൺ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 19th ജൂണിന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത് 10,244 മൺഡേ ഒരു 66 പോയിന്റ്സ് ഉയർന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം 23rd ജൂണിനും 159 പോയിന്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ് വെഡ്നെസ്ഡേയില് 165 പോയിന്റ്സിന്റെ ഒരു കറക്ഷനോടുകൂടി മൈനസിലാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം 25th ജൂൺ നമുക്കറിയാം മാർക്കറ്റിന്റെ അന്ന് ജൂൺ മന്തിന്റെ ഫ്യൂച്ചേഴ്സ് എക്സ്പയറി ആയിരുന്നു. 16 പോയിന്റ്സ് ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അന്ന് തന്നെയാണ് വീക്ക്ലി ലോ വന്നിട്ടുള്ളത്. 10,194 ഒരു വീക്ക്ലി ലോ സെറ്റ് ചെയ്തിരുന്നത്. ആ സമയം നമുക്കറിയാം ഇപ്പോഴത്തെ കറണ്ട് റാലിയുടെ ഒരു സ്വിംഗ് ഹൈ ആയിട്ടുള്ള 10,553 സെറ്റ് ചെയ്തിരുന്നത് വെഡ്നെസ്ഡേ ആയിരുന്നു. ഹൈ സെറ്റ് ചെയ്തതിനു ശേഷം എക്സ്പയറി ഡേയിൽ ഒരു കറക്ഷനോട് കൂടിയാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം 26th ജൂൺ മാർക്കറ്റ് വളരെ വോളറ്റൈൽ ആയിരുന്നു. അതിനുശേഷം വളരെ വോളിയം കുറവിലായുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു. അതിനുശേഷം 94 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. എന്തായാലും മാർക്കറ്റിന് ഫ്രൈഡേയുടെ ഒരു 94 പോയിന്റ്സ് കൂടെ ആഡ് ചെയ്തപ്പോൾ 139 പോയിന്റ്സിന്റെ ഒരു അല്ലെങ്കിൽ ഒരു 1.35 പോയിന്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്യാനായിട്ട് മാർക്കറ്റിന് സാധിക്കുകയുണ്ടായി. എന്തായാലും നിഫ്റ്റി സെക്കൻഡ് വീക്കിലും ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അതിന് തൊട്ട് മുമ്പുള്ള വീക്കിൽ 170 പോയിന്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരുന്നതെങ്കിലും നമുക്കറിയാം അതിനു മുമ്പുള്ള 2 വീക്സും മോർ ദാൻ 500 പോയിന്റ്സിന്റെ ഒരു റാലിയോടുകൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്. എന്നാലും മാർക്കറ്റിന്റെ എപ്പോഴും ആ പോസിറ്റീവ് മൊമെന്റം കീപ്പ് ചെയ്യാനായിട്ട് മാർക്കറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മന്തിന്റെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടില് ഇപ്പോൾ ജൂൺ മന്തില് 802 പോയിന്റ്സിന്റെ ഒരു ഗെയിനോട് കൂടിയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം മെയ് മന്തിൽ നമുക്കറിയാം ഒരു 279 പോയിന്റ്സിന്റെ ഒരു ലോസോട് കൂടിയുള്ള ഒരു കൺസോളിഡേഷൻ മന്ത് ആയിരുന്നെങ്കിൽ ഏപ്രിൽ മന്തിൽ 1262 പോയിന്റ്സിന്റെ ഒരു റാലിയാണ് നമ്മൾ കണ്ടത്. അഫ്കോഴ്സ് നമുക്ക് മാർച്ചിൽ നമ്മൾ ആ വലിയൊരു സെൽ ഓഫ് ആയിട്ടുള്ള 2604 പോയിന്റ്സിന്റെ സെൽ ഓഫും ആ ഒരു 7511 എന്നുള്ള ഒരു ലോ സെറ്റ് ചെയ്തതിനു ശേഷമുള്ള അവിടെ നിന്നുള്ള ഒരു നല്ലൊരു റാലിയാണ് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ സ്വിംഗ് ഹൈ ആയിട്ടുള്ള 10,553 എന്നുള്ള ലെവലിലേക്കുള്ളത് നമ്മൾ കണ്ടത്. അതുപോലെ നമ്മൾ നെക്സ്റ്റ് ഇപ്പൊ കാണുന്നത് നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഒരു 139 പോയിന്റ്സിന്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് നമുക്ക് കൃത്യമായിട്ട് കാണാം. അതേസമയം ഈ ക്ലോസ് ചെയ്തിരിക്കുന്നത് 100 EMA വരുന്ന 10,003 എന്നുള്ള ലെവലിന് മുകളിലാണ്. ഈ 100 EMAക്ക് മുകളിൽ മാർക്കറ്റിന്റെ ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം അവിടെ നിന്നുള്ളൊരു സെൽ ഓഫില് നമുക്ക് താഴെ വരുന്ന ഒരു 50 DMA വരുന്നത് 9,576 ആണ്. ആ ലെവലായിരിക്കും കഴിഞ്ഞ പ്രീവിയസ് ഒരു സിംഗിൾ ലോ അവിടെയാണ് വന്നിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലായിരിക്കും ഈ 10,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ താഴെ ലെവലിലേക്കുള്ള ഒരു ടാർഗറ്റ് ആയിരിക്കും. അതേസമയം മുകളിൽ നമുക്കറിയാം മാർക്കറ്റിന്റെ ഒരു പുൾ ബാക്ക് ഉണ്ടായാലും മാർക്കറ്റ് 10,901 എന്നുള്ള ലെവലിലേക്ക് 10,901 എന്നുള്ള ലെവലിലേക്ക് അതായത് 100 DMA ലെവലിലേക്കുള്ള ഒരു ആ മൂവ്മെന്റിൽ ആ ഡയറക്ഷനിലേക്കുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. വേറെ ഗ്ലോബലായിട്ട് അല്ലെങ്കിൽ ഒരു ചൈന ഇന്ത്യ ആയിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നില്ല, എസ്കലേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഒരു ട്രെൻഡ് 10,900 എന്നുള്ള ഈ 100 DMA തന്നെയായിരിക്കും നമുക്ക് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാവുന്നത്. അതുപോലെ നമുക്ക് ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ഡിമാൻഡ് സപ്ലൈ സോൺ ആണ് ഇപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നത്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ സോൺ ആയിട്ട് നിലനിൽക്കുന്നത് 10,526 അതുപോലെ തന്നെ 10,542 എന്നുള്ള ഒരു ലെവലാണ്. അതേസമയം ഡിമാൻഡ് സോൺ ആയിട്ട് ഇനി നിലനിൽക്കാൻ 9,892 അതുപോലെ തന്നെ 9,864 എന്നുള്ള ആ ഒരു ലെവലിലായിരിക്കും ഇനി ഡിമാൻഡ് സോൺ ഉണ്ടായിരിക്കുക. ഏതായാലും ഡിമാൻഡ് സോൺ അടുത്തൊരു സെൽ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടായിരിക്കും ആ ലെവലിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ലെവൽ എപ്പോഴും നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്, മെയിൻ ചാർട്ടാണ്. മാർക്കറ്റിന്റെ ഒരു 10,097 എന്നുള്ള ഒരു ലെവലിന് മുകളിൽ ട്രേഡ് ചെയ്യുന്നിടത്തോളം മാർക്കറ്റ് 10,281 എന്നുള്ളൊരു റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ കണ്ടതാണ് 10,281 പല പ്രാവശ്യം മുകളിലേക്കും താഴേക്കും ക്രോസ് ചെയ്തുകൊണ്ട്
മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 10,281 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള നമുക്കറിയാം നെക്സ്റ്റ് ഒരു റാലിയിൽ അത് 10,553 എന്നുള്ള കഴിഞ്ഞ ഹൈക്ക് മുകളിലേക്ക് പോകുമ്പോൾ 10,642 ആയിരിക്കും നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ ആയിരിക്കാം. അതിന് മുകളിൽ 10,901 എന്നുള്ള ഒരു ടാർഗറ്റ് കൂടെ ഉണ്ടാവും. എന്തായാലും മാർക്കറ്റിന്റെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 11,269 എന്നുള്ള ഒരു ടാർഗറ്റ് കൂടെ നമുക്ക് മൈൻഡിൽ കീപ്പ് ചെയ്യാം. അതുപോലെ താഴെ ലെവലിൽ 10,000 താഴേക്ക് വരികയാണെങ്കിൽ 9,929 എന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതിന് താഴേക്ക് 9,782 എന്നുള്ള ഒരു ടാർഗറ്റ് ആയിരിക്കും. ഈ മാർക്കറ്റിന് ഇവിടെ നിന്നും ഒരു കറക്ഷൻ 9,782 വരെയും ഉള്ളൊരു കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്ഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു പാനിക് സിറ്റുവേഷനുള്ള നല്ല ഫണ്ടമെന്റലി നല്ല സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള പാനിക് ആകേണ്ട കാര്യമില്ല. 9,782 വരെയുള്ള ഒരു കറക്ഷൻ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ മാർക്കറ്റിന്റെ 10,642 എന്നുള്ള ഒരു അപ്പർ റേഞ്ചിൽ ഉള്ള ഒരു റേഞ്ചും അതുപോലെ തന്നെ താഴെ 9,782 എന്നുള്ള ഒരു റേഞ്ചുമാണ് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നത്. എന്തായാലും 10,120 എന്നുള്ള ഒരു ലെവല് ഒരു മിഡ് പോയിന്റ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിന് മുകളിൽ ബുള്ളിഷ് ആയിട്ടും അതുപോലെ തന്നെ താഴെ ലെവലിൽ കുറച്ച് കോഷ്യസ് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് അടുത്ത വീക്കിൽ ഒരു ട്രേഡിംഗ് പ്ലാനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ നമുക്കിപ്പോൾ കാണുന്നത് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ആണ് ഓൾമോസ്റ്റ് ആ സെയിം ലെവലിൽ തന്നെ 28.73 ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ നെക്സ്റ്റ് വീക്കിലും ഒരു ബുള്ളിഷ് മൊമെന്റം തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതേസമയം ഓരോ പുൾ ബാക്സിലും ഏതെങ്കിലും ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഇവന്റ്സിനോട് കൂടി എസ്പെഷ്യലി ലാസ്റ്റ് വീക്കിൽ യുഎസ് മാർക്കറ്റിൽ കുറെ അധികം വൊളാറ്റിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള ഒരു സെൽ ഓഫിനുള്ള ഒരു ഇൻഡിക്കേഷൻ വൊളാറ്റിലിറ്റി ഇൻഡെക്സിൽ നിന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേസമയം ചെറിയൊരു പുൾ ബാക്ക് വരാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കിൽ ഒരു ബൈ ആൻഡ് ഡിപ്പ് എന്നുള്ള സ്ട്രാറ്റജിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് ഉള്ള സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ അടുത്തൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ എടുക്കാം. അടുത്തായി നമുക്ക് നെക്സ്റ്റ് വീക്കിലെ ട്രേഡിംഗ് സ്ട്രാറ്റജീസിലേക്ക് ഒന്ന് കിടക്കാം. നമ്മളെല്ലാ വ്യാഴാഴ്ചയും ഓപ്ഷൻ റൈറ്റിംഗ് ചെയ്യാറുള്ളതാണ്. ഈ വീക്കിൽ എന്തായാലും വീക്ക്ലി ഓപ്ഷൻ എക്സ്പയറിയും മന്ത്ലി ഓപ്ഷൻ എക്സ്പയറിയും കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു. അന്ന് നമ്മൾ റൈറ്റ് ചെയ്തിരുന്ന ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ 21,300 ഓപ്ഷനാണ്. ഇപ്പൊ നമുക്ക് കാണുന്ന ചാർട്ടിൽ നമുക്ക് കാണാം 1 o'clock ശേഷമാണ് ഞങ്ങൾ ഓപ്ഷൻ റൈറ്റ് ചെയ്തിരുന്നത്. വ്യാഴാഴ്ച അന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് 0 ആവുന്ന ഒരു ഓപ്ഷൻ ഐഡന്റിഫൈ ചെയ്ത് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അത് ആ ഒരു പാക്കിൽ നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും മാത്രമാണ് റെക്കമെൻഡേഷൻ നൽകുന്നത്. അപ്പോൾ ഞങ്ങളന്ന് ചെയ്തത് 21,300 പുട്ട് ഓപ്ഷൻ ഞങ്ങൾ റൈറ്റ് ചെയ്തത് 60-ലാണ്. അതിനുശേഷം അത് 0-ൽ എക്സ്പയറി ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം അത് മാർക്കറ്റില് പെട്ടെന്നുള്ള ഒരു റീബൗണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചുകൊണ്ട് തന്നെ ഈ സെയിം അതായത് 21,000 പുട്ട് ഓപ്ഷൻ ഞങ്ങൾ റൈറ്റ് ചെയ്തതിന് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 21,300 കോൾ ഓപ്ഷൻ ഞങ്ങൾ ബൈ റെക്കമെൻഡേഷൻ നൽകുകയുണ്ടായി. അടുത്തത് നിഫ്റ്റി ഓപ്ഷന്റെ 21,300 ബൈ നമ്മൾ ചെയ്തിരുന്നതിന്റെ ചാർട്ടാണ് കാണുന്നത്. നമുക്ക് കാണാം അതില് 21,300 കോൾ ഓപ്ഷൻ ഞങ്ങൾ 44-നാണ് എൻ്റർ ചെയ്തത്. അതിനുശേഷം ഈ സ്റ്റോക്ക് മൂവ് ചെയ്തത് ഈ ഓപ്ഷൻ മൂവ് ചെയ്തത് 400 വരെയും മൂവ് ചെയ്യുന്നത് നമുക്ക് ചാർട്ടിലൂടെ കാണാം. അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു 800% മൂവ്മെന്റ് ആണ് വിത്തിൻ ഒരു 1 ഉള്ളിലുണ്ടായത്. അതുപോലെയുള്ള ചില ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും നമുക്ക് എക്സ്പയറി ഡേയിൽ ലഭിക്കാറുണ്ട്. അതുപോലെ ഉള്ള വളരെ നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ 21,300 ബാങ്ക് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷനിൽ ലഭിച്ചത്. അതുപോലെ നമ്മൾ റൈറ്റ് ചെയ്തിരുന്ന നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റ് ചെയ്തിരുന്നത് 10,200 പുട്ട് ഓപ്ഷനാണ്. അത് റൈറ്റ് ചെയ്തിരുന്നത് 10-ലാണ്. അത് ഓപ്ഷൻ കുറച്ച് വൊളാറ്റിൽ ആയിരുന്നെങ്കിലും ക്ലോസ് ചെയ്തത് 0-ൽ തന്നെയാണ്. 10,200 പുട്ട് ഓപ്ഷൻ 0-ൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ
വെനസ്ഡേ നമുക്കൊരു നിഫ്റ്റിയുടെ ഓപ്ഷൻ പ്രീമിയത്തിൽ ഞങ്ങൾ ട്രേഡ് ചെയ്തിരുന്നത് 10,400ന്റെ പുട്ട് ഓപ്ഷൻ വാങ്ങിയിരുന്നത് 60 ലെവലിലാണ്. അതിനുശേഷം നമുക്ക് ഞങ്ങൾ ടാർഗറ്റ് ആയിട്ടുള്ള 140 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ പ്രീമിയത്തിൽ ഒരു 133% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് വെനസ്ഡേ സാധിക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിലെ നിഫ്റ്റിയുടെ നിഫ്റ്റി ഫ്യൂച്ചേഴ്സിന്റെ റെക്കമെൻഡേഷന്റെ പെർഫോമൻസ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ വീക്കില് വളരെ നല്ല രീതിയിലാണ് പ്രോഫിറ്റ്സ് ഫസ്റ്റ് 3 ദിവസം നേടാൻ സാധിച്ചത്. അതേസമയം എക്സ്പയറി ഡേയിലും അതുപോലെ തന്നെ ഫ്രൈഡേയിലും മാർക്കറ്റ് വളരെ വൊളാറ്റിൽ ആയിരുന്നുകൊണ്ട് അന്ന് സ്റ്റോപ്പ് ലോസുകൾ ട്രിഗർ ചെയ്ത് എങ്കിലും ഒരു 85 പോയിന്റ്സിന്റെ പ്രോഫിറ്റോടുകൂടി തന്നെ നമുക്ക് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ട്രേഡ്സ് അവസാനിപ്പിക്കാനും അതുപോലെ ഒരു 5 ലോട്ട്സ് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 31,000 പ്രോഫിറ്റോടുകൂടി ട്രേഡ് ചെയ്യാവുന്ന രീതിയിലാണ് അന്ന് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ അതേസമയം ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സില് വളരെ നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ വീക്കില് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാങ്ക്സ് ആയിരുന്നു ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ടർ. അവിടെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഒരു 640 പോയിന്റ്സിന്റെ പ്രോഫിറ്റ് നേടാൻ സാധിച്ചു. അതായത് ഒരു 5 ലോട്ട്സ് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 64,000 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിലും അതുപോലെ തന്നെ ഒരു 486 പോയിന്റ്സിന്റെ പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആണ് നമുക്ക് സാധിച്ചത്. അതായത് 5 ലോട്ട്സിൽ ഒരു 48,600ന്റെ പ്രോഫിറ്റ് നമുക്ക് നേടാനായിട്ട് സാധിച്ചു. അതുപോലെ സ്റ്റോക്സിന്റെ റെക്കമെൻഡേഷനിൽ കഴിഞ്ഞ വീക്കിൽ ഒരു 89 പോയിന്റ്സിന്റെ പ്രോഫിറ്റ്, അതായത് 1000 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുന്ന ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 89,000 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള സ്റ്റോക്സിന്റെ ട്രേഡ്സും ആയിരുന്നു നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ കഴിഞ്ഞ വീക്കില് നമ്മൾ ലൈവായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സിന് നൽകിയിരുന്ന ഒരു ഞങ്ങളുടെ ട്രിപ്ലസിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ ആയിരുന്നു ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് എന്നുള്ള സ്റ്റോക്ക്. ഞങ്ങൾ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്തിരുന്നത് 655 ആണ്. കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇതൊരു 685 ലെവലിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് 734 വരെയും കഴിഞ്ഞ വീക്കിൽ വരികയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഒരു 11% പ്രോഫിറ്റിലാണ് ഇപ്പോൾ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസിന്റെ ഒരു ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള 780 ആണ്. ഈ ലെവലിലേക്ക് തന്നെ ഈ സ്റ്റോക്ക് വരും ദിവസങ്ങളിൽ മൂവ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും ഈ സ്റ്റോക്കിൽ ഒരു ബൈ ആൻഡ് ഡിപ്പ് എന്നുള്ള സ്ട്രാറ്റജിയിൽ 700ന്റെ താഴെ വരികയാണെങ്കിൽ വീണ്ടും എൻട്രി ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ്. അതുപോലെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്ന സ്റ്റോക്കാണ് ഏഷ്യർ മോട്ടോഴ്സ് എന്നുള്ള സ്റ്റോക്ക്. 16,500 ലെവലിൽ നിന്നും 18,500 ലെവലിലേക്കുള്ള ഒരു മൂവ്മെന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നതാണ്. കഴിഞ്ഞ ഫ്രൈഡേയിൽ ഈ സ്റ്റോക്ക് മൂവ് ചെയ്ത് നമ്മുടെ ഈ 18,500 എന്നുള്ളൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞൊരു ദിവസത്തിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ നമ്മൾ വീക്ക്ലി വ്യൂല് ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നുള്ള സ്റ്റോക്ക്. ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നമുക്കറിയാം 5 rupees ലെവലിലായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ ആ ലെവലിലാണ് ട്രേഡ് ചെയ്തിരുന്നതിന് ശേഷം കഴിഞ്ഞ വീക്കില് ഒരു 900 മുകളിലേക്ക് വരികയുണ്ടായി സ്റ്റോക്ക്. അതായത് ഓൾമോസ്റ്റ് ഒരു 78% ഒരു മൂവ്മെന്റ് ആണ് ഈ സ്റ്റോക്കില് വിത്തിൻ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നടന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നുള്ള സ്റ്റോക്ക് ഇത്രയും വില കുറവുള്ളതാണെങ്കിലും ആ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ കമ്പനി ഒരു നല്ല പ്രോഫിറ്റിലുള്ള ഒരു ബാങ്ക് ആണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്ക് ഇങ്ങനെയുള്ള ചില സ്റ്റോക്കുകൾ വളരെ സെലക്ടഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നല്ല പ്രോഫിറ്റ് കഴിഞ്ഞ ഈ മാർക്കറ്റിന്റെ റീബൗണ്ടിന് ശേഷമുള്ള ആ ഒരു പുൾ ബാക്കിൽ ലഭിക്കുകയുണ്ടായി. അതുപോലെ നമുക്കറിയാം കുറേയധികം ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ വളരെ ചെറിയ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പല സ്റ്റോക്കുകളും പെന്നി സ്റ്റോക്സ് ആണ്. ഈ പെന്നി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫണ്ടമെന്റലി കാര്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റ ഒന്നും ഇല്ലാത്ത കമ്പനീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നുള്ള സ്റ്റോക്ക് ഞാനൊരു 5 rupee ലെവലിൽ നമ്മൾ എൻട്രി ചെയ്തിരുന്ന ഒരു കാര്യം സംസാരിക്കുകയുണ്ടായി. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ 9-10 ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഫുൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കാരണം ഈ സ്റ്റോക്കിന്റെ ബീറ്റൻ ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്കിന്റെ ഒരു പുൾ ബാക്ക് മാത്രമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
₹5 ലെവലിൽ നമുക്ക് എൻട്രി ചെയ്യാൻ സാധിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം 70%-ലധികം പ്രോഫിറ്റ് ലഭിച്ചപ്പോൾ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ആ സ്റ്റോക്കിൽ നിന്നും മാറുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അവിടെ നമുക്ക് സെന്റിമെന്റ്സ് കാണിക്കുകയാണെങ്കിൽ വീണ്ടും ഈ സ്റ്റോക്ക് ഒരു പക്ഷെ താഴെ ലെവലിലേക്ക് മൂവ് ചെയ്തേക്കാം. അപ്പോൾ പെന്നി സ്റ്റോക്സിലല്ല, ഇങ്ങനെയുള്ള ഫണ്ടമെന്റലി നല്ല സ്റ്റോക്സ് ഒരു പക്ഷെ താഴെ വരുമ്പോൾ നമുക്ക് എൻട്രി ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ എൻട്രി ചെയ്യാം. അതേസമയം ആ സ്റ്റോക്കുകളിൽ ആ ഒരു പലപ്പോഴും സീലിംഗിലൊക്കെ ആയിരിക്കും, ഈ അപ്വേർഡ് സീലിംഗിലൊക്കെ ആയിരിക്കും ഈ സ്റ്റോക്ക് പോകുന്നത് മുകളിലേക്ക്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു ഡ്രീം അങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യാതെ അതിന്റെ ഒരു ഹയർ ലെവൽസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ യാതൊരു വിധത്തിലുള്ള സെന്റിമെന്റ്സ് കാണിക്കാത്തവരായിരിക്കും ഈ മാർക്കറ്റ് കണ്ടീഷനിൽ പ്രോഫിറ്റ് നേടുക. കാരണം ഈവൻ ഒരു 70% പ്രോഫിറ്റ് കിട്ടിയിട്ടും ബുക്ക് ചെയ്യാൻ മടി കാണിക്കുന്നത് ഇപ്പോഴും ഒരു പക്ഷേ ചിലപ്പോൾ ഒരു മണ്ടത്തരമായി മാറിയേക്കാം. നമ്മളൊരു പെന്നി സ്റ്റോക്കിനെയും ഒരു നല്ല സ്റ്റോക്കിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ₹10 സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ₹5 ഒക്കെ സ്റ്റോക്ക് നോർമലി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തതാണ്. പക്ഷെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നുള്ള സ്റ്റോക്കിന്റെ നമുക്ക് ഇപ്പൊ കാണുന്നതാണ് നമ്മൾ അതിന്റെ സ്റ്റോക്കിന്റെ ഒരു ഫിനാൻഷ്യൽ സമ്മറിയാണ് ഇപ്പൊ നമുക്ക് കാണുന്നത്. നമുക്ക് റൈറ്റിൽ കാണാം ആ സ്റ്റോക്കില് കഴിഞ്ഞ മാർച്ച് 2019 സ്റ്റോക്കിന് 247 crores പ്രോഫിറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് ഒരു 300 മുകളിൽ അല്ലെങ്കിൽ 400 അടുത്തൊക്കെയുള്ള പ്രോഫിറ്റ്, 400 crores അടുത്തുള്ള പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യാനായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെറ്റ് സെയിൽസിലെ കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഇല്ല എന്നുണ്ടെങ്കിലും ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും താഴെ നമുക്ക് കാണാം എല്ലാ വർഷവും ഈ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള നോക്കുകയാണെങ്കിലും മാർക്കറ്റ് ക്യാപ്പ് 1600 crores മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. ഏണിംഗ് പെർ ഷെയർ, ഒരു ഷെയറിന് കമ്പനി പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം നേടിയിട്ടുള്ളത് ₹1.76 ആണ്. അതുപോലെ PE റേഷ്യോ ആണെങ്കിലും 5.03 ഉള്ളൂ. പ്രൈസ് ടു ബുക്ക് വാല്യൂ 0.31 ആണ്. അതുപോലെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിലും 2.82 ഉണ്ട്. അപ്പോൾ ഒരു ₹5 ലെവലിൽ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, ഒരു കാര്യമായിട്ടുള്ള ഒരു ജോഗ്രഫിക് സ്പ്രെഡ് ഉള്ള ഒരു ബാങ്ക് ആയതുകൊണ്ടാണ് നമ്മളത് എൻട്രി ചെയ്തത്. എങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു അവസരത്തിൽ നമ്മൾ ഈ സ്റ്റോക്കിന് കാര്യമായിട്ടൊരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ പിന്നീട് വേറെ അവിടെ സെന്റിമെന്റ്സ് ഒന്നും കാണിക്കാനില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ എസ്പെഷ്യലി നമ്മളൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ അവിടെ എക്സിറ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി, അതായത് ഷോർട്ട് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. അതേസമയം ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് മൂവ് ചെയ്യുന്നതിന് കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അപ്പോൾ ഇതാണ് ഒരു പെന്നി സ്റ്റോക്കിനെ ഇപ്പോഴത്തെ അവസരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൺസിഡർ ചെയ്യുന്നവർ. അതും എസ്പെഷ്യലി ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഇത്രയധികം 7511 വരെ താഴെ പോയിരുന്ന മാർക്കറ്റ്, ഈ കോവിഡ് ഇഷ്യൂ തുടങ്ങിയതിനു ശേഷം താഴെ പോയിരുന്ന മാർക്കറ്റ് ഇപ്പോഴും കോവിഡ് എന്നുള്ള ഒരു ത്രെട്ട് ഇപ്പോഴും മാറിയിട്ടില്ല, കൂടുതൽ സ്പ്രെഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലോക്ക്ഡൌൺ മാറിയതിനു ശേഷം കുറേയധികം കമ്പനീസിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എപ്പോഴും വരും എന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട്, എസ്പെഷ്യലി ഇങ്ങനെയുള്ള വളരെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ്സ് ഉള്ളത് ബുക്ക് ചെയ്യാനായിട്ട് ഒരു മടിയും കാണിക്കരുത്. അതുപോലെ തന്നെ മാക്സിമം ഇങ്ങനെയുള്ള പെന്നി സ്റ്റോക്സ് എന്നുള്ള പ്രോഫിറ്റ് പോലും ഇല്ലാത്ത കമ്പനീസ് ആണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഒരിക്കലും സെലക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത്, എസ്പെഷ്യലി മാർക്കറ്റിലേക്ക് വരുന്ന ന്യൂ കമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാണുന്ന ഒരു ഹൈപ്പ് ഉണ്ട് ഇങ്ങനത്തെ സ്റ്റോക്കിൽ. ചില ₹10 സ്റ്റോക്ക് ₹12 ആകുന്നു, ₹15 ആകുന്നു, ₹20 ആകുന്നു ഒക്കെ. അപ്പോൾ പക്ഷെ അങ്ങനെയുള്ള റാലി പലപ്പോഴും അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഈ ഓപ്പറേറ്റേഴ്സ് ഡ്രിവൺ ആയിട്ടുള്ള പല കൗണ്ടേഴ്സിലും ഇത് ഹൈ ലെവൽസിൽ റിറ്റെയിൽ ക്ലയൻസിന്റെ കയ്യിലേക്ക് ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റാലി ആവാം. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് മാക്സിമം നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ 10% കൂടുതൽ ഇങ്ങനെയുള്ള പെന്നി സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാ ഇൻകത്തിനും അതുപോലെ തന്നെ ബിസിനസ്സിനും ഒക്കെ പ്രശ്നമുള്ള ഒരു സമയത്ത് നമ്മുടെ ഹാർഡ് മണി ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വളരെ ഡിപ്രസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പെന്നി സ്റ്റോക്സിലെ ഗെയിം ഒരു പക്ഷേ കഴിഞ്ഞ ഒരു 10,550 എന്നുള്ളൊരു ലെവലിൽ എത്തുന്നതോടുകൂടി തന്നെ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. അതേസമയം
നല്ല സ്റ്റോക്സിന്റെ റാലി കണ്ടിന്യൂ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്സിൽ നിങ്ങൾ പെനി സ്റ്റോക്സിൽ അഥവാ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ലെവൽസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മറ്റു നല്ല സ്റ്റോക്കുകളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ഷോർട്ട് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതാണ് ജൂബിലന്റ് ലൈഫ് സയൻസ് എന്നുള്ള സ്റ്റോക്കാണ് നിങ്ങളിപ്പോൾ കാണുന്ന ചാർട്ട്. ഈ സ്റ്റോക്ക് ഒരു കാര്യമായിട്ടൊരു ബീറ്റ് ഡൗൺ സിറ്റുവേഷനിൽ നിന്നും ഫാർമസോക്സിന്റെ ആ റീബൗണ്ടോട് കൂടി മുന്നോട്ട് വരികയാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 654 ലെവലിലാണ്. ഞാൻ ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ടാർഗറ്റ് 700 ആണ്. അതുകൊണ്ട് ജൂബിലൻ ലൈഫ് സയൻസ് വരും ദിവസങ്ങളിൽ ഒരു 700 ടാർഗറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഡിപ്പിലും ബൈ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമുക്കിനി നെക്സ്റ്റ് വീക്കിലേക്ക് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. ഈ സ്റ്റോക്കുകൾ IDBI ബാങ്ക്, അഡാനി ഗ്രീൻ, ട്രെൻഡ്, ഗ്ലെൻമാർക്ക് ഫാർമ, JK സിമൻസ്, ജൂബിലൻ ലൈഫ്, അതുപോലെ തന്നെ ഏഷ്യർ മോട്ടോഴ്സ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ളതാണ്, ഇൻവെസ്റ്റ്മെന്റിനുള്ളതല്ല. താങ്ക് യു.